ഈ സൂപ്പർ സ്റ്റാർ നടന്മാരൊക്കെ സ്ക്രിപ്റ്റ് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ സ്ക്രിപ്റ്റ് തിരുത്താത്തോണ്ടാണോ ഞാൻ സൂപ്പർ സ്റ്റാർ ആവാത്തത്? എന്നാ പിന്നെ തിരുത്തി ഞാൻ മലയാള നാടക വിധത്തിൽ സൂപ്പർ സ്റ്റാർ ആവും. എന്താണ് ഇവന് എഴുതി വെച്ചേക്കണത്? രംഗം 3 സത്യാസമയം. കുറുനടത്തി പൊളിഞ്ഞ അച്ഛൻ നാടുവിടാൻ തന്നെ തീരുമാനിച്ചു. അയാൾ കട്ടിൽ കിടന്ന അമ്മയുടെ കായൽ തൊട്ട് വന്ദിച്ച് പുറത്തേക്ക് ഇറങ്ങി. ചേട്ടൻ പോകുന്നത് നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്ന കെട്ടുപ്രായ കഴിഞ്ഞ അനുജത്തി. വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ്. ഇത് അഭിനയിക്കാനൊന്നും ഈ സുഗുണം മൂത്തുവന്നിട്ട് കിട്ടില്ല. മൊത്തം പൊളിക്കേണ്ടി വരും. രംഗം 3 സന്ധ്യാസമയം. പിന്നെ സന്ധ്യക്കല്ലൊരുത്തം പുറത്തിറങ്ങണത്. സന്ധ്യ വേണ്ട, നട്ടുച്ച. വീട് വിട്ടു പോകുന്നതിന്റെ സങ്കടം സഹിക്കാനാവതെ അയാൾ അനിയത്തിയായി അഭിനയിക്കുന്ന കോമളയെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് തേങ്ങി കരഞ്ഞു. ഹായ് ഫാന്റാസ്റ്റിക്. അജയൻ പോകുന്നത് നിറകണ്ണൂരുടെ അമ്മ കട്ടിൽ കിടന്ന് കണ്ടു. അജയൻ പുറത്തേക്ക്. അങ്ങനെ ഒറ്റയടിക്ക് വീടിട്ട് പോകണ്ട. പിരിയാനുള്ള വിഷമം കൊണ്ട് 2 കൈകളും നീട്ടി അവൻ വീണ്ടും കോമള കരികിലേക്ക്. കോമളം എനിക്ക് പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല കോമളം. നിനക്ക് എന്താ കാര്യം? എഴുതി തീരുന്നത് വരെ ഈ സ്ക്രിപ്റ്റിൽ കൈകൊണ്ട് തുടരുന്നു. നിന്റെ ഞാൻ പല ഈ സ്ക്രിപ്റ്റിൽ ഞാൻ തൃപ്തനല്ല. ഞാൻ തിരുത്തിയത് എന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. നിന്റെ ഒരു പൂർണ്ണത. നിന്റെ തിരുത്തൽ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയടാ. കൂടെ അഭിനയിക്കുന്നത് ഏത് സ്ത്രീ കഥാപാത്രമാണെങ്കിലും അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയണം. പാടത്ത് മണ്ണ് കളയ്ക്കാൻ പോകുന്ന കിളവന്റെ വേഷമാണെങ്കിലും കോട്ടും സൂട്ടും ഇട്ട് ഇംഗ്ലീഷ് പറയണം. അതിനൊക്കെ നീ വേറെ സ്ഥലം നോക്കിയാൽ മതി. ഈ തട്ടിൽ വേണ്ട. ഈ സ്ക്രിപ്റ്റിൽ അങ്ങനെ നീ കൈകൊണ്ട് തൊട്ടാൽ ആ കൈ ഞാൻ വെട്ടും. അങ്ങനെ നിനക്ക് വെട്ടിക്കളിക്കാനുള്ളതല്ല എന്റെ ഈ കൈകൾ. മലയാള നാടകവേദിയിലെ ഒട്ടനവധി തരുണീ മണികളെ ആലിംഗന ബദ്ധരാക്കാനുള്ളതാണ് ഈ കൈകൾ. ഇന്നലെ നിന്റെ ചാലാപ്പുളി സ്ക്രിപ്റ്റ് നീ എഴുതിക്കോ. രംഗം 3 സന്ധ്യാസമയം. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഈ പാടത്തിലൂടെ പോകുന്ന ഏതെങ്കിലും ഡാക്കിനി ഡൂക്കിനി ചൂണ്ടക്കാരന്റെ വേഷമാണ് എനിക്ക് എങ്കിൽ ഒരു ചൂണ്ടക്കാരി നായികയായിട്ട് വേണം. നിന്റെ മൂത്തുകൊന്ന് ഇടിച്ചു പൊളിച്ച് ഞാൻ അണ്ടിപ്പള്ളിക്കാവാക്കുവേ. തോപ്പിൽ ഭാഷ പോലും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണോ എന്താ അവിടെ ഒരു ബഹളം? എന്താണ് ഉണ്ടായത്? ഇവനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയച്ചാലും മനുഷ്യന് സ്വസ്ഥമായിട്ട് എഴുതാൻ പറ്റും. ആളിയൻ ധൈര്യമായിട്ട് എഴുതിക്കോ. മൂത്ത കുന്തത്തിന്റെ കേസ് തൂത്തുകുടിക്ക് വിട്ടേരെ. ഒരു പുഷ്പം പറിച്ചുകളയെന്ന ലാഘവത്തോടെ അവനെ ഞാൻ അവിടെ പറിച്ചുകളയാ. എങ്കിൽ അളിയൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ ഉപകാരമായിരിക്കും. അങ്ങനെ പറയാം. അളിയന്റെ പെങ്ങളെയും കെട്ടിയില്ലേ, അതുപോലെ ഈ ത്യാഗവും ഞാൻ ഏറ്റെടുക്കും. തൂത്തുക്കുടിയുടെ അടുത്ത ആ കളി. സുഗുണ, നിനക്ക് സൂപ്പർ സ്റ്റാർ ആകണമല്ലേ? നിന്നെയല്ല, നിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ അമ്മൂമ്മയുടെ അമ്മൂമ്മേനെയും വരെ ഓടിക്കാനുള്ള വിദ്യ ഈ തൂത്തുക്കുടിയിലുണ്ട്. ഒരു തിരുത്തൽവാദി വന്നിരിക്കുന്നു. തിരുത്തൽവാദി. എങ്ങോട്ടി വാ. ഇടഞ്ഞാൽ ഉണ്ണിയാർച്ച ഞാൻ അവന്റെ കോതമംഗലത്ത് നിന്ന് തൃശൂർ പൂരം നടക്കും. എലഞ്ഞിത്തറ മേളം തുടങ്ങി. നല്ല പോച്ചിലോ. എന്റെ ഡിപ്പാർട്ട്മെന്റ് തകർത്തവന്റെ ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറിനുള്ളിൽ ഞാൻ തകർക്കുന്നു. അന്തിക്കാട് മുത്തപ്പനാണ് സത്യം. ദൈവമേ, ഇന്നവളി നിലാവ് കാണില്ലേ? കാണിപ്പിക്കണേ. കണ്ടാൽ മാത്രമേ ഇനി ഈ കഥ മുമ്പോട്ട് പോകും.
അളിയിൽ ഇതെവിടെ പോകുന്നു? എല്ലാ കലാകാരന്മാർക്കും വീക്ക്നെസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ അളിയനും. എന്നാലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് എന്ന കാര്യം. തേങ്ങയല്ല. ഈ തട്ടിലാണ് അവന്റെ കഥ പറച്ചിൽ. ഇന്നത്തോടെ എന്റെ കഥ ഞാൻ കഴിക്കും. അളിയനാണല്ലേ? എടി, ഇത് ഞാനാ. നീ വാതിൽ തുറക്ക. എന്താ ഏട്ടൻ വരാൻ ഇത്ര വൈകിയത്? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ആ പെരട്ട അളിയൻ കിടന്ന് ഉറങ്ങണ്ടേ? എന്റെ തങ്കക്കുടമേ, നീ വാതിലൊന്ന് തുറക്ക്. അയ്യോ, ആരെങ്കിലും കാണും. വേഗം കയറി വാ. അവന്റെ ഒരു തങ്കക്കുടം ദേ വരണോ. അവനകത്ത് കയറിയല്ലേ? വാതില് കുറ്റിയിട്ടിട്ടുണ്ടോ? ഇല്ല. ഇതെന്താ ചങ്ങല? നിന്നെ ഞാൻ പ്രാർത്ഥിച്ചു വരുത്തിയതാണോ ഈ മുറിയില്? എന്റെ മോളെ പഠിപ്പിക്കാൻ വരുന്ന ഒരുവനെയെങ്കിലും ഈ മുറി കൊണ്ടുതരാൻ ഭദ്രകാളിയോട് പ്രാർത്ഥിക്കുകയായിരുന്നില്ല ഞാൻ. നിന്നെ തകർന്നു. അയ്യോ, എന്റെ നിലാവ്. പ്രണയ നിലാവ് കുളിച്ചു നിൽക്കുന്നു. ഇവളൊന്നും അറിയുന്നില്ല. ഒരു പട്ടിയെ ഞാൻ വിടില്ല. അമ്മ. പാതിരാത്രിയാണ് ഇവള് കിടന്നുറങ്ങുന്നത്.